പെങ്ങളെ വീട്ടിൽ പോയില്ലേ? ആ നീയല്ലേ പറഞ്ഞ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് പോര് മല പറിക്കാന്നൊക്കെ. മല പറിക്കാനല്ല, ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചടിക്കാന്ന് പറഞ്ഞിട്ട്. എവിടെ എന്റെ ഇവിടെ കൊണ്ടുവന്നോ? 50 രൂപ ഉണ്ട്. ഞാൻ പോയിട്ട് ഇവനാ അത് രാവിലെ ഫോൺ ചെയ്യാൻ ഇവിടെ രാത്രി 11 മണി മുതൽ ഒരു 2:30 വരെ ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടണല്ല. വെച്ചോണ്ടിരിക്കണേ ആരുടെ വെച്ച് അടിച്ച് പഴുത്തിക്കണവനെ എനിക്ക് കാതും കൂടി പഴുക്കണോട്ടാ. ഇത് ആരെ വിളിക്കുന്നത്? നമ്മുടെ അനിയത്തിനാ. ആരെയാണ്? നീ വേണേ അച്ഛനോട് എന്ന് ചോദിക്കടാ. പിന്നെ 3-4 കിലോമീറ്റർ ഞാൻ പോകാൻ പോണ. ഒരു ഓട്ടോ പിടിച്ച് 10 രൂപ എടുത്തിട്ട് പോന്നു. കിടക്കണ 10 രൂപ അപ്പടെ 50 രൂപ ഉണ്ട്. ഞാൻ 50 രൂപ കിച്ചാന്ന് പറഞ്ഞാൽ 50 രൂപ കിച്ചു. ഞാൻ 50 രൂപ 10 രൂപ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ 40 രൂപ പോയി നടന്നു പോയി മേടിക്കുന്നത്. ഇവനിട്ട് പോയി മേടിച്ചിട്ടൊന്ന് തുടക്കത്തിൽ അടിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവരെങ്കിലും കൊല്ലായിരുന്നു. ആരോ വന്നത് ബസ്സിന് പിന്നെ ആരെങ്കിലും പോകണം. മറ്റോ വരാന്നോട്ട് വരണ്ടായിരുന്നു. നമ്മ 3 വരെ ഉള്ള ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരും ചേട്ടാ. അതെ, ഈ ഷിബുവിന്റെ വീട് എവിടെയാണെന്ന് അറിയാമോ? ഷിബു ഷിബു ഷിബുവാ ഷിബുവാ സാബുവാ? ഷിബു ഷിബു ഒരു കവളൊക്കെ തൊടുത്തിട്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളേ. കല്യാണം കഴിച്ചാ? 3 പിള്ളേരുണ്ട്. കല്യാണം കഴിച്ചോന്ന് അറിയില്ല. ഷിബു നമ്മുടെ ഏരിയയിൽ ഷിബു ആണ്. കവളൊക്കെ തുടുത്ത് നല്ല കവള് തുടുത്ത് പഴുത്ത് ആണോ? പഴുത്തിട്ടുണ്ടെന്നറിയാം. മോള് പെണ്ണും പിള്ളേനെ പിടി. നമ്മുടെ ഇപ്പൊ ഇയാളുടെ പേര് ഷിബു എന്നല്ലടാ? ഏത്? ദിവാരജന്റെ മോന്റെ പേര്. ആ കടയൊക്കെയുള്ള. ആ ഇവന്റെ കൂടെ പോ. ഇവന്റെ കൂടെ ചെല്ലി. അവിടെ ഒരു ഷിബു ഉണ്ട്. ആ ഷിബു ആണോ? ഷാബു അല്ലേ? ഷിബു ഷാബുവാ? ഷിബു ഷാബുവാ? ഷിബു ഷിബു. നീ ഇവിടെ ചെല്ലി. ഷാബു ആന്നേ. ഷാബു ഷിബുടാ ആണോ? പിന്നെ കാണിച്ചു കൊടുക്ക്. പൈസ മേടിച്ചിട്ട് വരും. 50 രൂപ മേടിച്ചിട്ട് വരുന്നു. അന്വേഷിക്കാത്ത സ്ഥലമല്ലേ ഷിബുവിന്. നേരെ പോകണം. ഓക്കെ, താങ്ക്സ് ചേട്ടാ. പൈസ മേടിക്കണേ. നീ അങ്ങാടാ ചാരിയൊക്കെയാണെങ്കിലും പോസ്റ്റ് ഇങ്ങാടാണല്ലോ പോന്നത്. ആ പെണ്ണിനെ സമ്മതിക്കണം, നിന്നെയല്ലേ സമ്മതിക്കേണ്ടത്. ആ പെണ്ണിന് ഒരു അസുഖവും വന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെങ്കിലും ഇതിനൊരു അറുതി വേണേ. ഉച്ചക്ക് ഊണ് കഴിക്കാനെങ്കിലും മൊബൈൽ ഒന്ന് താഴെ വെക്കണേ. എന്തായി? ഷിബു ആണത്? അതെ, ഷിബു ഒന്നുമല്ല. അത് ഷിബു അല്ല, സിബുവാ. ആ സിബു. സിബു അല്ല, ഞാൻ ഷിബു ആണ് ചോദിക്കണത്. അതെ, ഷിബു നമ്മുടെ ഏരിയയില് പിന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ കിട്ടിയ പൈസ കിട്ടിയ ചേട്ടാ. ചില്ലറ ഇല്ലായിരുന്നു. 100 രൂപ വന്നു പുള്ളി. ആ ബാക്കി പിന്നെ കൊടുത്താൽ മതി. 50 എടുത്തിട്ട് ബാക്കി കൊടുത്താന്ന് പറഞ്ഞു. സാധനം മേടിക്കാൻ തികയൂല. ഇനിയിപ്പോ ഞാൻ ഇവനെ പറഞ്ഞോളൂ. ഇവനും ബാക്കിയുള്ള വെള്ളം മേടിക്കണ്ടേ? വെള്ളം മേടിക്കാൻ അവനോട് ആര് വെള്ളം വെള്ളവും സാധനം മേടിച്ചിട്ട് ഷിബുവിന്റെ ആണെന്ന് അത് ഞാൻ ഒപ്പിക്കാം. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ നേരെ അങ്ങനെ ചെല്ലുമ്പോ ഒരു കൂൾ ഡ്രിങ്ക്സ് കടയുണ്ട്. ആ കൂൾ ഡ്രിങ്ക്സ് കടയിൽ നിൽക്കണ അവന്റെ പേര് രഘു. രഘു അല്ല, ഷിബു. ഷിബു ആണ്. ഷിബു. ഞാൻ ചോദിക്കണ ഷിബുവിനാണ്. ഷിബു ഒത്തിരി പൊക്കമുണ്ടായിട്ടല്ലേ? അത് തന്നെ ഹൈറ്റുള്ള ഷിബു. ഒരു കാര്യം ചെയ്യും, അവിടെ ഒന്ന് ചോദിച്ചേക്ക്. ചിലപ്പോ അതാകാനാ സാധ്യത. ആണല്ലോ. വന്ന വഴിക്ക് ഇത് മേടിച്ചോണ്ട് വരും. വെള്ളം പിന്നെ ഞാൻ അവനെ കണ്ടുപഠിക്കും. എന്ത് പണിയാട്ടാ കാണിക്കണത്? അത് എവിടെ ഷിബു ആന്ന്? പ്രായം ഷിബു ഒന്നും അല്ല. വീടല്ലേ ഷിബു അല്ലേ? അത് ഷിബു ഒന്നും അല്ല. പിന്നെ ആള് മാറിപ്പോയി. സാരോപ്പിച്ചേട്ടാ. പൈസ എന്താണി? നീ 50 രൂപ ഞാൻ 50 രൂപ മറ്റേ കൊടുത്തോളൂ. അവനാകുമ്പോ സാധനം മേടിച്ചിട്ട് ബാക്കിയുള്ള 50 രൂപ. ചേട്ടാ ഷിബുവേ, ഒന്ന് പറയട്ടെ, എനിക്ക് പോയിട്ട് കാര്യം ഉണ്ടായിരുന്നു. അതാണ് എന്റെ സംശയം എന്ന് പറഞ്ഞാല് ആ ബീവറേജ് സാധനം എടുത്ത് കൊടുക്കുന്ന ആളല്ലേ രഘു അല്ലത്? ചേട്ടാ ഷിബു ആണ് ഞാൻ ചോദിക്കുന്നത്. ആ ഷിബു. ബീവറേജിൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട്. അയാളെ വീട് എവിടെയാണെന്ന് അറിയില്ല. അയാളുടെ അനിയൻ ഒരു ഷിബു ഉണ്ട്. കാര്യം എന്റെ അനിയനെ ഷിബുവിന് ഒരു കല്യാണം എന്നൊക്കെ പറയണ്ടായിരുന്നു. നമ്മുടെ ഈ ബീവറേജിൽ എല്ലാരും ചോദിക്കണ്ടെന്ന്. ഷിബു റോസിയാർന്നോ ഓപ്പിയാറോ എന്നൊക്കെ ഷിബുനോട് ചോദിക്കണല്ലേ അവിടെ? അത് ഷിബുവാണെന്ന്. ചിലപ്പോ ആ ഷിബു ആയിരിക്കും. ബീവറേജിൽ നിൽക്കുന്ന ഷിബു ആയിരിക്കും. ചേട്ടൻ നിങ്ങൾ അന്വേഷിച്ചോ. ഷിബുവാണ്. അങ്ങനെ പിന്നെ ഇത് ആദ്യം പറയാൻ പാടില്ല. ഇവരോട്ടൊന്ന് പോയാൽ മതി. നീ ഒരു പ്രശ്നമില്ല. കുറച്ച് നേരത്തേക്ക് റെസ്റ്റ്. ബീവറേജ് വരെ ഒന്ന് നോക്കുക. അവിടെ നിൽക്കണ ആ ചേട്ടന്റെ പേര് അനിയൻ ഒരു ഷിബു ആണെന്നൊന്ന് ചോദിക്കുക. സാധനം മേടിച്ചോണ്ട് വരിക കേട്ടോ. കാണിച്ചു തരും കേട്ടാ. പോട്ട് നോക്കി പോണേ. സമ്മതിക്കണം ചേട്ടൻ. നമ്മളെ
കറക്റ്റ് അതായിരിക്കുള്ളൂ. അത് മേടിക്കോ അവൻ മേടിച്ചോണ്ട് വരും. അവനാകുമ്പോ തൊടൂല. നിന്നെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ പകുതിക്ക് വെച്ചിട്ട് വെള്ളം ചേർത്ത് അടിച്ചിട്ട് ഏയ് അങ്ങനെയൊന്നും ഫോൺ അഥവാ എടുത്താൽ ചാർജ് പോയി ഞാൻ പറയും. അവനക്കാണ് ചേട്ടനാ ഒരു സാധനം തന്നെ കണ്ട അത് വീട്ടിലെ സാധനമാണത്. വല്ലതും പറയട്ടാ. ചേച്ചിയാണ്. ആ അല്ല, നിങ്ങൾ എന്ത് പണി കാണിക്കാ? നീ ഇവിടെ ഇവിടെ- വന്ന് നിക്കാ? നീ ഇവിടെ പോണത് ഞാൻ എത്ര നേരം ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടല്ലേ? നിന്റെ തള്ളയല്ലേ? നീ പോയാ മതി, ഞാൻ പോണൊന്നുമില്ല. എന്റെ അമ്മ നിങ്ങളുടെ ആരാ? അമ്മായി ഉമ്മ ആരാണ് ഹോസ്പിറ്റലിൽ? വെള്ള തള്ള ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ആ. അതിനെ ചെന്ന് കാണാനാണ് ഇപ്പൊ രാവിലെ എടുത്തൊരുക്കി പോണത്. ചേച്ചി പോ, ചേട്ടനല്ലേ ഞങ്ങളുടെ അത്യാവശ്യ കാര്യത്തിനോട് നിൽക്കുകയാണ്. ചേട്ടൻ അറിയോ ഞാൻ എത്ര നേരം ഒരുങ്ങിയിരിക്കുന്നതെന്ന്? അതിന് അങ്ങോട്ട് ചെല്ല, അവിടെ നിന്ന് എണീറ്റ് പോയൊന്നുമില്ല. എന്നാ പിന്നെ എനിക്കൊരു ഓട്ടോ വിളിച്ചോ? പിന്നെ അത് ഓട്ടോക്കാശ് ആര് കൊടുക്കും? അത് നിങ്ങൾ കൊടുക്കണം. ഇവിടെ 50 ഒപ്പിച്ച പാടെ ആ എനിക്ക് 3 കിലോമീറ്റർ ഒന്നും നടക്കാൻ പറ്റില്ല. ആരുടെയെങ്കിലും ബൈക്കിന് കൈയാണിച്ച് പോയി നിന്നെ ആകുമ്പോ ഒന്നും ചോദിക്കയില്ല. എന്തിനാണ് ബൈക്കിന് ആരുടെയെങ്കിലും കൈ കാണിക്കുന്നത്? നമ്മുടെ ആള് വരികയല്ലേ മറ്റേ ഡ്രൈവർ. നീ ഇവിടെ നിൽക്ക്. നിനക്ക് ആ ഹോസ്പിറ്റലിൽ പോയാ പോരെ? അവിടെ നിൽക്ക്. മറ്റവനെ നീ ക്യൂ. ചേട്ടാ ഒരുമാതിരി ഇടപാട് കാണിക്കരുത്. നിങ്ങൾ കുറെ നേരം ഷിബു ഷിബു അത് ഷിബു ഒന്നും അതല്ല, അത് ഷിബു അല്ലെന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ലേ. അല്ല, മാറിപ്പോയി. ഷിബു അല്ല, ആള് വേറെ. സാധനം മേടിച്ചോ? അത് ഷിബു ഒന്നും അല്ല ചേട്ടാ. എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കറങ്ങി അടിച്ചിറക്കാൻ. നമ്മുടെ ഈ ഇവള് പറയുന്നുണ്ട് വൈഫാണേ. ഇവള് പറഞ്ഞു ഹോസ്പിറ്റലിൽ അവളുടെ കൂടെ വർക്ക് ചെയ്യണ പെണ്ണിന്റെ ആങ്ങള ഷിബു അല്ലേടി? ഷിബു എന്നാണോ പറയണം? വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കും. ആ പെണ്ണിങ്ങനെ ഇപ്പൊ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ മൊബൈൽ വിളിച്ചുള്ളൂ. അത് ഷിബു ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷിബു ആണെങ്കിൽ മിക്കവാറും ഷിബു ആണത്. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്. അത് ഷിബു ആണ്. ഒന്നിപ്പഴിച്ച മൂന്നല്ലേ? ഒന്നി പഠിച്ചാൽ 3, ചിലപ്പോ മിക്കവാറും ഇതാ. ഇത് പിഴച്ചല്ലത്. അവൻ പഠിച്ചെന്നല്ല പറയണത്. ഒരെണ്ണം നമുക്ക് മുടങ്ങിയാൽ 3 മുടങ്ങി പോകും. ഇവളുടെ കൂടെ വർക്ക് ഹോസ്പിറ്റലിൽ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇങ്ങോട്ട് വന്നേ. വണ്ടിയെ കയറി, വണ്ടിയെ കയറി. അല്ല ഇത്രയും സമയം കളയണ്ടെന്നേ. അയ്യോ, എനിക്കിങ്ങനെ പഠിച്ചും കൂടല്ല. അല്ല ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക. അവിടെ റിസപ്ഷൻ ഇരിക്കുന്ന ആള്. നീ എന്നാ ആ നീ പോണ്ട ഹോസ്പിറ്റലില്ലേ, അവിടെ ചെല്ലുമ്പോ ഇവനോട് പറഞ്ഞാൽ മതി. അല്ല ഇത് എഞ്ചിൻ വലിവ് കുറവതിന്. ഇല്ലല്ലോ വലിയ ഇതൊന്നും ഇല്ല. അതൊക്കെ നല്ല വലിയ വായിക്കോളും. പൊക്കോ വിട്ടോ ഹോസ്പിറ്റലേ. ബാക്കിലൊക്കെ പിടിച്ചാൽ മതി. അട്ട പിടിക്കുന്ന പോലെ അള്ളി പിടിക്കരുത്. 55 അടിക്കരുത് കേട്ടോ. ഷിബു ആണത്. ആന്ന് ഷിബു ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വന്നോളാം കേട്ടാ. കേട്ടാ വേറെ ആരും കൂടെ വരരുത്. ഇപ്പൊ ചേച്ചിക്ക് പിണക്കവും ഇല്ല. പൊന്നെ അത് തലേന്ന് പോയത് ഇൻസാനം കിട്ടി. ഇനിയിപ്പൊ അവൻ ആ കാര്യം തീർന്നു. കഴിക്കണ്ടേ ഇത്? വെള്ളം എവിടെ വെള്ളം മേടിച്ച് കഴിക്കണമല്ലേ? ക്ലാസ്സിലല്ലേ. ഇവിടെ നിന്ന് വെച്ചാൽ പോലീസ് പിടിക്കും. അല്ലടാ, നിന്റെ വീട്ടിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. രക്ഷയില്ല. നിന്റെ വീട്ടിലാ അവിടെ എങ്ങനെ നടക്കണത്? ഓടിക്കോ ഇവിടുന്ന്. കുഴപ്പമൊന്നും അടിക്കാണ്. ഞാൻ പറ്റാം. അവൻ വന്നിട്ട് ഏതായാലും അവൻ പറഞ്ഞ് പോയ സ്ഥിതിക്കാൻ ഒരു കാര്യം ചെയ്യാം. വേലായി ഞാൻ വീട്ടിലേക്ക് വിളിച്ചാലേ. അവിടെ നിന്റെ ഒരു പൈസ ഇല്ല. നിന്റെ ഔട്ട് ഗോയിങ് പോകണല്ലോ. നീ എന്റെ ഒന്ന് വിളിച്ചു. ആ നമ്പർ ഉണ്ടോ? ആ നമ്പർ ഉണ്ട്. ബലാജ് നമ്പർ ഉണ്ട്. നല്ല വേണമെന്ന്. അവൻ പറ്റാ. അവന്റെ ഫോൺ നമ്പർ വിളിക്കും. അവൻ പറ്റും. ഇത് എന്ത് പണിയാട്ടെ കാണിക്കണത്? നിങ്ങളല്ല പറഞ്ഞ ഷിബുവിന്റെ വീടാ ഷിബുവിന്റെ വീടാന്ന്. ഏത് ഷിബുവിന്റെ വീട്? അവള് കാണിച്ചു തന്ന ഒരു പെണ്ണിനെ കാണിച്ചു തന്നു. അല്ല അത് ചേട്ടന്റെ ഭാര്യ തന്നെയാണ്. അത് എന്റെ ഭാര്യ. നീ ചോദിച്ചു എന്റെ ഭാര്യ. അല്ല എന്റെ പോക്കറ്റിൽ കിടന്ന ഒരു 500 രൂപ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പോട്ടത്തിനിടയിൽ പറന്നു പോയിട്ടുണ്ടോ? ആ പുള്ളിക്കാരത്തി പറഞ്ഞാ പോയത്, ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല അതിന് വണ്ടിയിൽ നിന്ന്. എന്താണടാ കൈ എപ്പോഴും ഇങ്ങനെ ഷോൾഡറിൽ ഇടുവേ. ചേട്ടനാണെന്ന് വിചാരിച്ചു കാണും. അങ്ങനെ അവൾ എടുക്കാറുണ്ട്. കൈ അങ്ങനെ ഇട്ടപ്പോ ഞാനും ഓർത്ത് വെറുതെ ഇട്ടതായിരിക്കും ഒന്ന്. അല്ല അത് ഇല്ല, അങ്ങനെ എടുക്കാ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എടുക്കാറില്ല. ഈ പിന്നെ ഞാൻ മുമ്പ് പോയതിനു ശേഷം ഇവിടെ ഞങ്ങൾ കുറെ പേര് ഞാൻ വടക്കോട്ട് പോയി തെക്കോട്ട് പോയി കിഴക്കോട്ട് ഇനി മേലോട്ട് മാത്രമേ പോകാനുള്ളൂ. ഷിബുവിന്റെ വീടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ. നിങ്ങള് അറിയോ നിങ്ങൾക്ക് ഷിബുവിനെ? ചേട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാനൊരു 46 കുളങ്ങളിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചു നോക്കി. എന്റെ മൊബൈലും ചാർജ് കയറുന്നു, എന്റെ മൊബൈലും ചാർജ് കയറുന്നു. മൊബൈൽ മൊബൈൽ ഉണ്ടായിരുന്നു. എന്താ മൊബൈൽ ഉണ്ടായിരുന്നു. മൊബൈൽ കയ്യിലുണ്ട്. വേലായുധെന്ന് പറഞ്ഞ ആളുണ്ട്. അയാളുടെ മോന്റെ പേര് ഷിബു എന്നാണ്. അതാണ് ഷിബു. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചു നോക്കാം. ചേട്ടൻ ഇപ്പൊ പണി സ്ഥലത്തായിരിക്കും. ജോലി സ്ഥലത്തായിരിക്കും. എന്നാ വിളി കൊണ്ടുപോയി. അശുഭ അശുഭ ആ വരാട്ടെ. ഞങ്ങളാണ്. ഇന്ന് ഞായറാഴ്ച അല്ലേ? രാവിലെ മുതൽ വെക്കണേ. ഇവിടെ നിന്ന് പിരിവിട്ട് 50 ആയിട്ട് 50 അവിടെ നിന്ന് മേടിച്ചു. ചേട്ടൻ്റെ അടുത്ത് പോയി കടയിൽ പോയി മേടിച്ചു. സാധനം മേടിച്ചിട്ടുണ്ട്. വെള്ളം മേടിച്ചു. ഇല്ലില്ല, ചേച്ചി ഉണ്ടോ? അനിയത്തിന് വീട്ടിൽ പോയാ ചേച്ചി പ്രസവിച്ചിറക്കണം. അമ്മമാർക്കില്ലത് ആണോ? പിള്ളേരാ? അപ്പം ഞങ്ങളങ്ങോട്ട് പറ്റേ ഇരിക്കാം നമുക്ക്. സാധനം മേടിച്ചിട്ടുണ്ട്. ഷെയർ ഒന്നാ വരാം ഇപ്പം 2 മിനിറ്റ്. ഞങ്ങൾ പാടത്തോട് വന്നേക്കാം. ഓക്കേട്ടാ ഓക്കെ. നമ്മുടെ സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതെ ഷിബുവിന്റെ കാര്യം പറ നിങ്ങള്. അത് പറയാൻ വിട്ടുപോയി. ഞാൻ ബലായി തന്നെയാണ് വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഷിബു എന്ന് പറഞ്ഞ ഒരാള് ഈ ഏരിയയിൽ ഇനി ഇല്ലട്ടോ. ജലജേ
ജലജേ ദാ വരുന്നു. പള്ളി ഇത് എവിടെ പോയി കിടക്കാണ്? എന്തോന്നാ? എടി നിന്നോട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായത്? വെള്ളം വേണമെങ്കിലേ ചേട്ടനെ പുറത്തോട്ട് ഇറങ്ങി പായം പൊളിച്ച് മുകളോട്ട് നോക്കിയിരുന്നു. ഒറ്റ കീറി വെച്ച് ഞാൻ തരോട്ടെ. ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ കുത്തണമെന്ന്. കിണർ ദേശ് വിട്ടുകളാ. എടി അതിനല്ലേ ഇവിടെ പഞ്ചായത്ത് പോയപ്പോഴുള്ളത്. നിനക്ക് അതിൽ നിന്ന് വെള്ളം കൊടുത്താൽ എന്താ കുഴപ്പം? പഞ്ചായത്ത് പൈപ്പ് അതിന്റെ കാര്യമൊന്നും പറയണ്ട. പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ ഒരു സൗണ്ടും കേൾക്കാം. കുറച്ച് കഴിയുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് നീർക്കോലി ഇറങ്ങി വരുന്നതാണ്. ഇത്രയുള്ള പൈപ്പിൽ കൂടെ നീർക്കോലിന്റെ അല്ലാതെ പെരുമ്പാമ്പിനെ ഇറക്കി വിടാൻ പറ്റുമോ? നീ എന്റെ പോണ്ട നീ ഇവിടുന്ന്. ചേട്ടൻ വർത്താനം പറഞ്ഞേക്കാതെ കിണർ കുത്തുന്ന ആളെ വിളിച്ചോണ്ട് വാ. എടി കിണറൂത്തുന്ന ആളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ആ സ്ഥാനക്കാരനാ. അയാൾ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാന്ന് പറയണ്ടല്ലാണ്ട് അയാൾ ഇങ്ങോട്ട് വരണ്ട. ഇതിലും ഭേദം ഒരു കുളം കുത്തുന്നത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ ഏൽപ്പിച്ചാൽ മതി. ഇങ്ങനെ കൊളാക്കണ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാലും സ്ഥാനക്കാരന് ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണിപ്പത്ത ഇയാളിത് എവിടെ പോയി കിടക്കണത്? ആശാനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷാപ്പിലേക്ക് പോകും. അല്ല, ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ഇടപാടുണ്ടല്ലോ. ആ വീട് ഈ പെട്ടത്തലയും കുറെ നാളായി പറയണു വാ വാ. അതെ ഇപ്പൊ നോക്കിക്കൊണ്ടാ സ്ഥാനക്കാരെത്തി. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? ചന്ദനത്തിരി, നിലവിളക്ക്, മെഴുകുതിരി, അതായത് മെഴുകുതിരി എന്തിന്? അല്ല കറണ്ട് പോയ കത്തിക്കാലോ. ശരിയാ, എല്ലാം റെഡിയാണ്. ദക്ഷിണ റെഡിയാണല്ലോ അല്ലേ? ആ, 2 തൂച്ചനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഉണ്ടോ? ജലജ തൂശനല്ല. അല്ല ശരിയാവോ? ശരിയാക്കി തരാം. ആ ആ ഇല്ലാണ്ടല്ലോ അല്ലേ? വിളക്ക്, ഇല, ചന്ദനത്തിരി എല്ലാം ഉണ്ടല്ലോ. ആ ഇവിടെ കിഴക്ക് എവിടെയാ? കിഴക്ക് ഇവിടെ ഇവിടെയാ, എനിക്കറിയാം. പറയണം കത്തിക്ക. ഓ ഓ ഓ ഓ അപ്പൊ വിളക്ക്, പട്ടം, ചന്ദനത്തിരി ഇല്ലായി അല്ലേ? തൂശനല്ല. ഇനി കുറച്ച് ചോറാണ് എടുത്തോളൂ. എടുത്തിട്ട് വാ. ഇവിടെ ഇവിടെ അല്ലേ? ഇവിടെ ജലജയ പെട്ടെന്ന് ചോറ് ഇട്ടോ. അപ്പൊ ചോറായി, ഇലയായി, ഉറക്കായി, ചന്ദനത്തിരിയായി, ഇല്ലായി. ഇനി കിണറിന്റെ സാധനം കണ്ടാ മതി. പിന്നെ ഈ കിണർ നമ്മൾ സാധനം വെക്കണ്ട. കിണർ കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട്, അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം. നല്ലതാ. നെല്ലിക്കാച്ചാർ ഉണ്ടാവും ഇതിന്? ഇല്ല, അച്ചാറും കാരണം ഈ ചപ്പി അവറുകളൊക്കെ കിണറിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമ്പോ സാമ്പാർ ഉണ്ടാവും. എന്തെങ്കിലും എടുത്ത് കൊടറി. സാമ്പാർ. എന്ത് പേര്? ജലജ. ജലജ അല്ലേ? അതെ. പച്ചരിയാണല്ലേ? അല്ല റേഷനരിയാ. കിട്ടിയത് വാരി തിന്നു, വേറെ ഒന്നും കിട്ടാൻ മാർഗമില്ല. കുറച്ചുകൂടെ ഒഴിക്കട്ടെ. അല്ല സ്ഥാനം കിണറിന്റെ. ഇത് കഴിഞ്ഞിട്ട് ശരി ശരി. ജലജ. അല്ലിപ്പോ സ്ഥാനം കിണറിന്റെ സ്ഥാനം കണ്ട് കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുമല്ലോ. ഈ കിണർ കുത്താൻ വരുന്നവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം. എന്താണത്? അതല്ല, ഈ കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ പറയും. കാരണം ഈ പൂച്ച കിണറ്റിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല. അല്ല, പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാല് മറ്റുള്ള പട്ടികൾ വന്നു കൂടൂലേ കിണറിനടുത്തേക്ക്? അത് പേടിക്കേണ്ട കാര്യമില്ല. സാറിന്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചോ, ഒറ്റ പട്ടി വരില്ല. ഓക്കെ. അതെ, നമ്മ ഈ കിണർ കുത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ? വെള്ളം തെളിയാൻ, നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട്. അതായത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചങ്ങോട്ട് പറ്റിക്കുക. എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കിണറ്റിൽ കൊണ്ടു അടിക്കുക. ഉഗ്രം വെള്ളം കിട്ടും. ഇത്തിരി ക്ലോറിനും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല പൈപ്പ് വെള്ളത്തിന്റെ രുചി ഉണ്ടാവും. അതെല്ലേ? പിന്നെ ഈ കിണറേ ഞാൻ ഇത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇവിടെ 2 പിള്ളേരുണ്ടേ. അവര് കിണറ്റിൽ വീണ്ടാന്ന് എഴുതിയാണ്. ഒരാളുടെ പേര് സൂര്യ, ഒരാളുടെ പേര് രശ്മി. സൂര്യരശ്മി കിണറ്റിൽ വീണ നല്ലതല്ലേ? വെള്ളം തെളിയുന്നു.
മറ്റൊരു കാര്യം, നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബസ്സോ കാറോ ലോറിയോ പോയാൽ നിങ്ങൾ എത്രയൊക്കെ കുത്തിക്കുന്നത് അതായിട്ട് പാട്ടിന് പോയിക്കോളും, നിങ്ങൾ വെള്ളം കോരിക്കൊള്ളണം. കിണർ കുത്തി കഴിഞ്ഞാ കുളിക്കാനോ പല്ല് തേക്കാനോ പാടില്ല. അല്ല കിണർ കുത്തിയെന്ന് വെച്ച് കുളിക്കാനും വലിയ കാര്യം പാടില്ലേ? അയ്യോ അതല്ല പറഞ്ഞത്, കിണറിന്റെ പക്കത്ത് നിന്ന് കുളിക്കാനോ പല്ല് തേക്കാനോ പാടില്ലെന്ന്. പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും പറഞ്ഞു കൊടുക്കാറില്ല, ഈ കിണർ കുത്താൻ വരുന്നവന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണർ കുത്തരുതെന്ന് പറയണം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലല്ലോ, വെള്ളം അടിച്ചോണ്ട് നിന്ന് കിണർ കുത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം. ഇത് ഏതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട്. എന്ത് പറ്റി ആശാനെ? പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല. പച്ചരിയല്ലേ കഴിച്ചത്, നല്ല പശ. 25, 40, 45, 50, 55, 60, 65, 70. അയ്യോ അങ്ങോട്ടൊന്നും പോകില്ല, അതൊക്കെ വല്ലവരുടെ സ്ഥലമാണ്. എന്നാ പിന്നെ തനിക്കിത് കയ്യേറി വല്ല കുടിലും വെച്ച് കെട്ടാൻ പാടില്ല. 60, 68, 74, 79, 83, 88, 90. ആ സ്ഥാനം കണ്ട് കണ്ടല്ലേ? ഇനി നമുക്ക് ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് രസി. ഹൗ ഇവിടെ പറ്റില്ല. എന്താണ്? ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ, ഉപ്പ്. ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെയാ മൂത്രമൊഴിക്കുന്നത്, അതുകൊണ്ടാണ്. ആശാനെ ഇവിടെ നല്ല ഉഗ്രമണ്ണ. അയ്യോ അവിടെ വേണ്ട, അവിടെ മുത്തശ്ശി മൂത്രമൊഴിക്കാറ്. ഞാൻ വിശ്വസിക്കില്ല, ഇത് നല്ല മധുരമുണ്ട്. മുത്തശ്ശിക്ക് ഷുഗറും ഉണ്ട്. എന്തേ സ്ഥാനം കണ്ടോ? സ്ഥാനം കണ്ടോ? ആ കണ്ടു പ്രഷറിന്റെയും ഷുഗറിന്റെയും സ്ഥാനം കണ്ടു. ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും. എന്താണ്? എല്ലാം നേരിടാനുള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ അല്ലേ? മനക്കട്ടി എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കും. ഓ തദവദേ കിണറായ ദേവ നമഃ വെള്ളം വദായ നമഃ. എന്റെ ആശാനെ അത് പെരപ്പുറത്ത് പോയി ആ പണി പാളിയല്ല. കിണർ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ പെര പണിതേ. അതുകൊണ്ട് പെര ഉടനെ പൊളിച്ചു മാറ്റണം. പെര വിളിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. പേരെ പൊളിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ പൊളിച്ചോളാം. പിന്നെ പണിയാൻ നിങ്ങൾ വേറെ ആളെ കാണണം. അതൊന്നും ശരിയാവൂല. പിന്നെ അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി, കിണർ വേണോ പെര വേണോ? കിണറും വേണം പെരയും വേണം. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ? നമുക്ക് വേറൊരു സ്ഥാനം കാണാം. അതെ. വേറെ സ്ഥാനം എന്റെ കുട്ടി എന്ത് കുട്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നോ. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വിടണ്ട. കുട്ടി ആ. ഇത് അവസാന കൈ പ്രയോഗം. ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടിരിക്കും. കാണണം. എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂല കേട്ടോ. എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു. കുട്ടി അങ്ങോട്ട് പോയി. സാധനം എവിടെ പോയി? ആ എന്തായി സംഭവം കിട്ടിയാ? സംഭവം കിട്ടി. എന്നിട്ട് അടിച്ചുവിട്ട കോല എവിടെ? അത് കിട്ടിയില്ല.
ഇപ്പൊ എന്ത് ചെയ്യൂ നീ? എന്റെ ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണിട്ടുണ്ടെന്നുള്ളതാണ്. അത് വീണെടുത്ത് ഇപ്പൊ ആരെങ്കിലും കിണർ കുത്തണമുണ്ടാവും. ആശുപത്രി കൊണ്ടുപോകാം. എന്റെ ദൈവമോ, എനിക്കറിയാൻ പാടില്ല. എന്നെ ആശുപത്രി കൊണ്ടുപോയോ? ഇതെന്താ കേസ്? വേണ്ട, ഇവൻ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കരുത്. ആ സമയത്ത് എന്തോ ഒരു സാധനം മോളിൽ നിന്ന് വന്ന് അടിച്ചുകൊണ്ട് ഉൽക്കയാണെന്നാ തോന്നണ, ഉൽക്ക. ഉൾക്കായിരിക്കും. എന്റെ ആശാൻ ഇത് ഉൽക്ക പോലൊക്കെയൊന്നും അല്ല. ആശാൻ ഇവിടെ കിണറിന്റെ സ്ഥാനം കാണാൻ ഒരു കമ്പെടുത്ത് ഒറ്റ അടിച്ചാ ആ കമ്പിയൊന്നും കൊണ്ടതായിരിക്കും. ആടാ ഒന്ന് നിർത്തിക്കേ. എന്നെ എടുത്തു കൊണ്ടുപോടാ വേഗം ആശുപത്രി. ആശാനെ സമ്മതിക്കണം. ആശാൻ സ്ഥാനം കാണുകയും ചെയ്ത് സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു.